ഞാൻ പെട്ടെന്ന് ഓർത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. സോറി. അല്ല, എല്ലാ ജെംസോണിലെ എല്ലാവർക്കും നമ്മുടെ ഓണം 25ലേക്ക് സ്വാഗതം. എല്ലാം നല്ല ഭംഗിയുള്ള ഓണം. ഇല്ല മങ്കമാരും മങ്കന്മാരെന്ന് പറയാമല്ലോ. എല്ലാ മങ്കമാരും നല്ല ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് നല്ല സൂപ്പറായിട്ടുള്ള നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എനിക്ക് ശരിക്കും ഹാപ്പിയാണോ? മോൻ ഹാപ്പിയാണോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശംസോട് എന്ന് പറയുന്ന ഒരു മരത്തിലെ എല്ലാ ഫലങ്ങളും ഒരുമിച്ച് എന്താ പറയാ, മതഭേദമില്ലേ, കക്ഷി രാഷ്ട്രീയമില്ലേ, എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നല്ല പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ട്. ഓണം എന്ന പേരിൽ എല്ലാവരും ഒത്തൊരുമിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും വളരെ മനോഹരമായി പറഞ്ഞല്ലോ. നല്ലപോലെ പ്രിപ്പയർ ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഓണം, നമ്മുടെ ഓണത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ തോന്നുന്നത്? ഓണം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എനിക്കറിയാം ഓണം എന്നാണ്, പക്ഷേ ബാക്കി എല്ലാവർക്കും അറിയാമോ? ഓണം നമ്മുടെ കൂട്ടത്തിലുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ ഓണത്തെ കുറിച്ച് ഐഡിയ കാണും. പക്ഷേ നമ്മുടെ ന്യൂജൻ കിഡ്സ് അവർ ഓണം എങ്ങനെയാണ് കാണുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം അവർ വിചാരിക്കുന്നത് ഇത് ജസ്റ്റ് എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരിക, എൻജോയ് ചെയ്യുക, സദ്യ കഴിക്കുക, ഫോട്ടോ എടുക്കുക, കലാപരിപാടികൾ കാണുക. പക്ഷെ ഓണത്തെ കുറിച്ച് അവർക്കൊരു ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അറിയാവുന്നവരുണ്ടായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും സിൽസ് ഒരു സാറാണ്. അപ്പം സാറായ സിൽസ് തന്നെ ആ ഓണത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. എന്താണ് ഓണം? നമ്മുടെ എല്ലാ കുഞ്ഞു മക്കൾക്കും അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മുതിർന്നവർ എന്തായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഓണത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓണം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അസുര രാജാവായുള്ള മഹാബലി തമ്പുരാന് വേണ്ടിയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ശരിക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിളിച്ചോതലാണ് ശരിക്കും ഓണം. പ്രഹ്ലാദന്റെ പിതാമകനാണ് പ്രഹ്ലാദൻ. അതേപോലെ വിരോചകന്റെ മകനാണ് മഹാബലി. ഈ മഹാബലി അസുര രാജാവായിട്ട് കൂടി അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് എന്നും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മഹാനായ രാജാവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ആർക്കാണെങ്കിലും അസൂയ തോന്നില്ല. പിന്നല്ലേ, നാട്ടുകാരുടെ ഇടയിൽ നല്ലൊരു പേരും പേരൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ദേവന്മാരുടെ ഇടയിൽ ചെറിയ ചെറിയ അസൂയയും കുശുമ്പും കുന്നായ്മൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? അവരെല്ലാം കൂടി വിഷ്ണുദേവന്റെ അടുത്ത് ചെന്നു. വിഷ്ണുദേവൻ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ വാമനായിട്ട് അവതരിക്കാം. വാമനായിട്ട് അവതരിച്ച് മഹാബലിയുടെ അടുത്ത് ചെന്നു. മഹാബലിയോട് ഒരു മൂന്നടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു വരവായിട്ട് ചോദിച്ചാണ്. അപ്പൊ ആദ്യത്തെ അടിയിൽ തന്നെ എന്ത് ചെയ്തു? വാമനൻ ഭൂമി മുഴുവൻ അളന്നെടുത്തു. പിന്നെ ഒന്നുമില്ല. രണ്ടാമത്തെ അടിയിൽ ആകാശം മുഴുവൻ അളന്നെടുത്തു. പിന്നെ ഒന്നുമില്ല അളക്കാൻ. അങ്ങനെ വന്നപ്പോൾ മഹാബലി, നമുക്കറിയാം ദാനധർമ്മമാണ്, എല്ലാം വാരിക്കോരി കൊടുക്കുന്നതാണ്. മഹാബലി പറഞ്ഞു, എൻ്റെ ശിരസ് നിങ്ങൾക്ക് മൂന്നാമത്തെ അടിയായിട്ട് കടന്നു. അങ്ങനെ വിഷ്ണു വാമനെ അവതരിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി. പക്ഷേ വിഷ്ണു ശ്രദ്ധിച്ചത് മഹാബലി തമ്പുരാന്റെ ആ ഒരു എന്താ പറയാ, ആ വിട്ടുകൊടുക്കും, അതേപോലെ ദാനധർമ്മസ്ഥയാണ്. അത് കണ്ടപ്പോൾ വിഷ്ണു മഹാബലി തമ്പുരാന് ഒരു വരം കൊടുത്തു. എല്ലാ വർഷവും തൻ്റെ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഘോഷിക്കുന്ന കേരള നാട്ടിലേക്ക് വരാനുള്ള ഒരു വരം കൊടുത്തു. ആ ഒരു വരത്തെയാണ് നമ്മൾ എല്ലാ വർഷവും ഓണം എന്ന പേരിൽ ആഘോഷിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഓണത്തിന്റെ ഒരു ഐതിഹ്യം. തൃശ്ശൂരുകാരുണ്ട് ഇവിടെ, തൃശ്ശൂർ കളികൾ, അതെ, ഇഷ്ടംപോലെ തൃശ്ശൂർ കളികളുണ്ട് നമ്മുടെ ഇവിടെ. നമ്മുടെ തൃശ്ശൂരിനടുത്തുള്ള മഹാബലിപുരം എന്ന് പറഞ്ഞൊരു സാമ്രാജ്യം തന്നെ മഹാബലി സ്ഥാപിച്ചിരുന്നു. അവിടെയാണ് നമ്മൾ കൂടുതലും. പിന്നെ കുറച്ച് മഹാരാഷ്ട്ര ആ റീജിയനിലുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് ശരിക്കും ഓണത്തിന്റെ കീഴിലുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് ആരംഭിച്ചാലോ? ഇല്ല, എനിക്കിനി ഒന്നും പറയാനില്ല. അപ്പൊ നമ്മുടെ 2025 നമുക്ക് പൊന്നോണം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണ്ടേ? എല്ലാവരും ഹാപ്പിയാണോ? നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കും, ഉറങ്ങാതെ എല്ലാവരും നല്ലപോലെ പറഞ്ഞേ. അപ്പോ ഇതെന്താ എല്ലാവരും നല്ലപോലെ അപ്പോ ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ്. ഓക്കെ, എല്ലാവരും അപ്പോ അപ്പോ. അവര് കൊണ്ടുപോയി, സോറി. അപ്പൊ നമുക്ക് ഓക്കെ, ഇനി വേണ്ട. അപ്പൊ ഞങ്ങള് കുറച്ച് നേരത്തേനൊക്കെ ഇവിടെ നിൽക്കുന്നു. പക്ഷെ നമ്മുടെ കലാപരിപാടിയാണ്, നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉടനെ ആരംഭിക്കുകയാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക്
അതെ, നമ്മുടെ ഈ പൊന്നോണം കലാപരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയന്ത്രിക്കുന്നതും നമ്മുടെ ഇനി വരാൻ പോകുന്ന 3 MC മാരായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ചെംസ്ഫോർഡിന്റെ എല്ലാമല്ല, അതായത് നമുക്ക് വിട്ടുകൂട്ടാൻ പറ്റാത്ത ഒരു കറി പോലാണ് സദ്യയില് ഈ രശ്മി ചേച്ചി എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം രശ്മി പ്രകാശ് ചേച്ചിയെ കുറിച്ച് ഞാൻ വലുതായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി എന്താ പറയുക, കവിത രചന അതേപോലെ തന്നെ എഴുത്ത് എല്ലായിടത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. അപ്പൊ ഏറ്റവും സ്നേഹത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു കലാപരിപാടി കൾച്ചറൽ ഇവന്റ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു രശ്മി പ്രകാശ് രാജേഷ്. പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് പാർവതിയാണ്. പാർവതി ആദ്യമായിട്ടാണ് നമ്മുടെ ചെംസ്ഫോർഡിലേക്ക് വന്നിട്ട് 1-2 വർഷമായതേ ഉള്ളൂ. പക്ഷേ നല്ല എനർജറ്റിക് ആൻഡ് വൈബ്രന്റ് പാർവതി ഒരു IT പ്രൊഫഷനാണ്, കൂടാതെ അവീവയിൽ വർക്ക് ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം പാർവതി ഓൺ ദി സ്റ്റേജ്. നമ്മുടെ കൂട്ടത്തിലെ മൂന്നാമനെ പരിചയപ്പെടാം. നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യൂജൻ കിട്ടാണ്. അപ്പൊ ന്യൂജനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഋഷഭിന് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഋഷഭ് കമ്പ്യൂട്ടർ സയൻസ് 2nd ഇയർ സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ ഇതേപോലെ തന്നെ MC ചെയ്യുന്ന ഒരു കിട്ടാണ് നമ്മുടെ ഋഷഭ്. അപ്പൊ ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഋഷഭ്. എല്ലാവർക്കും ഹാപ്പി ഓണം. നമുക്ക് പ്രവാസികൾക്ക് മാത്രം കിട്ടുന്ന, നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രവാസികൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. നമ്മൾ ഏകദേശം ഒരു ക്രിസ്മസ് ഒക്കെ തുടങ്ങി ഡിസംബർ ആകുന്നത് വരെ നമ്മൾ ഓണം ആഘോഷിക്കും. നമ്മുടെ ചെംസ്ഫോർഡ് മലയാളി കമ്മ്യൂണിറ്റിയുടെ പൊന്നോണം 2025-നാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഞാനും ഋഷി കൂടെ, ഇത്തവണ ഞങ്ങളുടെ കൂടെ പാർവതിയും കൂടെ ഉണ്ട്. ഞാനും ഋഷി കൂടെ ചെയ്യുന്ന നമ്മുടെ എത്രാമത്തെ സ്റ്റേജ് ആയത്? 4ാമത്തെ സ്റ്റേജ് ആണ്. സോ ഹാപ്പി. എല്ലാരും സദ്യയൊക്കെ ഉണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? അടിപൊളിയായിരുന്നു. അപ്പൊ സദ്യയുടെ ആലസ്യമൊക്കെ കാണും. എങ്കിലും ഓണത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ ജെൻസിയും സിൽസും പറഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഓണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പട്ടിണിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല. നമ്മൾ പ്രധാനമായിട്ടും ഓണം ആഘോഷിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും കൂടെ. എനിക്കെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സദ്യയാണ്. സദ്യ പറയാലോ, നമ്മൾ ഓണത്തിന് സദ്യ, സാമ്പാർ, കൂട്ടാന് എല്ലാം കൂടി കഴിക്കുന്നതാണ് എനിക്ക് ഓണം എന്ന് പറയുന്നത്. പിന്നെ ജുബ്ബ ഇടാൻ അമ്മ ഒരു ജുബ്ബ വാങ്ങിച്ചതിന് ഒരു കാരണം കൂടിയായി. ഓണത്തിന് അത് അതുകൊണ്ട് പുറത്തേക്ക് എടുക്കും. ശരിക്കും കേരളത്തിന്റെ രുചികൾ നമുക്ക് കുട്ടികൾക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ, കാരണം എപ്പോഴും നമ്മുടെ തനതായ വിഭവങ്ങൾ നമ്മൾ കുക്ക് ചെയ്യണമെന്നില്ല. പാർവതി, വാട്ട് അബൌട്ട് യു? എനിക്ക് തോന്നുന്നു നമ്മള് നാട് വിട്ട് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഇവന്റ്സ് ആണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റീനെ ഒന്നിച്ച് നിർത്താൻ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നു, നമ്മൾ നല്ല വേഷം എടുക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. അതിൽ ഒക്കെ ഉപരി ഇന്ന് നമ്മളിവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന ഭാഗമായിട്ട് പല പല പ്രാക്ടീസ് സെഷൻസിലൂടെ വി മേക്ക് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ വൈഡൻ ചെയ്യുവാണ്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു റീലിവ് നമ്മുടെ നാട്ടിലെ സെലിബ്രേഷൻസ് ഒക്കെ വീണ്ടും ഇവിടെ തനതായ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടാടുന്നു. താങ്ക് യു. ഇത് നമ്മൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ, എല്ലാവരും ഈ തിരക്കിട്ട് ഓടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു സമയം, എല്ലാവരും നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കേരള തനിമയൊക്കെ അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നമ്മുടെ കേരളത്തെ കുറിച്ച് ഓർക്കാനും ഒരുമിച്ചിരിക്കാനും നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ മക്കളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനുമാണ് ഈ ഒരു ഓണം പോലെയുള്ള കൂട്ടായ്മ എപ്പോഴും നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സായാഹ്നം ഏറ്റവും മധുരമുള്ളതാക്കാം. ഞങ്ങള് പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചോട്ടെ. നമ്മുടെ എല്ലാവരുടെയും കൂടെ കുട്ടികൾ കാണും. ദയവ് ചെയ്ത് പ്ലീസ് മേക്ക് ഷുവർ കുട്ടികൾ അവര് സേഫായിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിൽ അവരുണ്ടായിരിക്കുമെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഫയർ എക്സിറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുക.
നമ്മുടെ അസംബ്ലി പോയിന്റ് എപ്പോഴും കാർ പാർക്കാണ്. ഫയർ എക്സിറ്റ് സൈനുകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഫയർ എക്സിറ്റ് ഉണ്ട്, അവിടെ ബാക്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ബാത്റൂമും ടോയ്ലറ്റും നമ്മുടെ ഈ ഹാളിന്റെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് അവിടെ ടോയ്ലറ്റ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക, ഒന്നും വൃത്തികേടാക്കാതെ എല്ലാം കെയർഫുൾ ആയിട്ട് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഇനി പറയാനുള്ളത് റാഫിൾ ടിക്കറ്റിന്റെ കാര്യമാണ്. ഡു യു വാണ്ട് ടു എക്സ്പ്ലെയിൻ ദാറ്റ്? നമുക്കിന്ന് റാഫിൾ ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് അവിടെ എല്ലാം ഡിസ്പ്ലേഡ് ആണ്. ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് എയർ ഫ്രയർ ആണ്, സെക്കൻഡ് പ്രൈസ് ഇസ് എ കെറ്റിൽ ആൻഡ് തേർഡ് പ്രൈസ് ഇസ് എ ഹോട്ട് പോട്ട്. ഒരു ടിക്കറ്റിന് 2 പൗണ്ട്, 3 ടിക്കറ്റിന് 5 പൗണ്ട് എന്നാണ് നമ്മുടെ റാഫിളിന്റെ ഇത്. സോ എല്ലാവരും ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ പ്ലീസ് റാഫിൾ എടുക്കുക. വിനു വർഗീസ് ആണ് റാഫിളിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അത് മറക്കാതെ ഓർത്ത് തന്നെ എടുക്കുക. കാരണം ചാംസ്ഫോർഡ് മലയാളി കമ്മ്യൂണിറ്റി ഇനി ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഉള്ളതാണ് യുഗ്മയുടെ ഒരു റാഫിൾ കൂടെ ഉണ്ട്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ അവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതൊരു വലിയൊരു നറുക്കെടുപ്പാണ്. ഈ ഹോൾ UK നാഷണൽ ലെവലിൽ കൊണ്ടാടുന്ന ഒരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. കമോൺ, ഉറക്കൊന്ന് വന്നേ. എന്തായാലും നല്ല പ്രതികരണം ഉണ്ട് കേട്ടോ. ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ട കുഴപ്പമില്ല. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സോറി, ചാർജ് ചെയ്യാൻ പോയിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പരിപാടികൾ തുടങ്ങാം. എപ്പോഴും നമ്മുടെ ഒരു കേരളത്തിന്റെ രീതി അനുസരിച്ച് നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ അത് ഏറ്റവും ഐശ്വര്യത്തോടു കൂടി, ഐശ്വര്യത്തിന്റെ പ്രതീകമായ ദീപം തെളിച്ചുകൊണ്ട് നമുക്കത് ആരംഭിക്കാം. അതിനുവേണ്ടി നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. സോ ഇതിനായിട്ട് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിനെയും കൾച്ചറൽ ടീമിനെയുമാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഞാൻ പേര് വിളിക്കുന്ന അനുസരിച്ച് ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരിക. പ്ലീസ് എക്സ്ക്യൂസ് മീ, എല്ലാവരുടെയും സർനെയിം അറിയില്ല. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് ലവ് ജോസ്, ഷാജി, സന്തോഷ്, ജിനേഷ്, ജോബി, സജേഷ്, എൽദോസ്, വിപിൻ, ജനു, Ajay, Pradesh, Sils, and of course the cultural team members Jensi, Vidya, Susha, Suja, Liji. കയ്യിൽ പേരില്ല, അതാ ഞാൻ നോക്കി വിളിച്ചത്. ജോബി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ. നിറഞ്ഞ കയ്യടിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ജിനേഷ്, ജോബി, ബ്രിജേഷ് ആൻഡ് സജേഷ്. Cultural
സ്റ്റേജിലേക്ക് വിളിക്കുന്നു. Chelmsford Malayali Community presents Sterling Street Ponnonam 2025. Sponsored by Flywheel Migration and Legal Services. സ്റ്റഡി വിസ മാത്രമല്ല, എഡ്യൂക്കേഷൻ ലോൺ, സ്കോളർഷിപ്പ്, പെർമനന്റ് റെസിഡൻസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഫ്ലൈ വേൾഡ്. Co-sponsored by Idealistic Financial Services, Careless Driver Training, Tunes Collections, Law and Lawyer Solicitors, Amble Mortgages and Kumor. Powered by Joyce Group, Marion Travels, Jacobs Caterings and Accord Tours and Travels.